beauties, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഫോട്ടോ ആണ്. നമ്മുടെ തൃഷയുടെ ഫോട്ടോ ആണ്. അതും 96 ഫിലിമിലെ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് പഴയതായി എന്നാൽ കൂടിയിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളുകൊണ്ട് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു ലുക്കാണ്. ആൻഡ് ഞാൻ ഈ യെല്ലോ ടോപ്പ് വാങ്ങിയതേ ഈ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ അറിയാമല്ലോ, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. ഞാൻ ബ്ലൂ സ്റ്റോൾ അവിടെ വാങ്ങി വെച്ചതാണ്. പക്ഷെ ഞാൻ എടുത്തിട്ട് വരാൻ മറന്നുപോയി. ഞാൻ എടുത്ത് വെച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ബ്ലാക്ക് സ്റ്റോളാണ് കയ്യിലിരിക്കുന്നത്, ബ്ലൂ എൻ്റെ കയ്യിലില്ല. അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മയുടെ ഷോളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ആ മേക്കപ്പ് ലുക്ക് എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു ഇതിൽ മേക്കപ്പ് ലുക്കിൽ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് നേരെ പകരം ചേരുകയില്ല. എന്നെ കാണാൻ ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പോൾ ഈ നേരെ പകരം എനിക്ക് ശരിക്കും ചേരുകയില്ല. പക്ഷേ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ലുക്കിൻ്റെയും ഇതാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ലുക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പോയി കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പം ഞാൻ മോയ്സ്ചറൈസർ ലിപ് ബാം ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ഫസ്റ്റ് പ്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മി എപ്സിലോട്ട് ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അതിടുമ്പോൾ നമ്മുടെ പോസ് എല്ലാം ക്ലോസ് ആവുക. അതുപോലെ തന്നെ എന്താ പറയുക, അതിനകത്തൊരു പിങ്ക് ടിൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഈ ഒരു മേക്കപ്പ് ലുക്കിന് സ്യൂട്ടാവും തോന്നിയിട്ടാണ് ഞാൻ ആ പ്രൈമർ എടുത്തത്. ആൻഡ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മോയ്സ്ചറൈസർ ന്യൂട്രിഡാമിൻ്റെയും ലിപ് ബാം ഡൈഗേഡാണ്. അപ്പോൾ എപ്പോഴും അത് തന്നെയല്ലേ, നിങ്ങളുടെ വെറുതെ ബോറടിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് കാണിക്കാത്തത്. എനിക്ക് അടുത്ത കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ ലിക്വിഡ് കൺസീലറാണ്, മീഡിയം ഷെയ്ഡിലുള്ളത്. അതെനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തെല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. കാരണം തൃശ്ശയുടെ മുഖത്ത് എവിടെയും ഒരു ഡാർക്ക് മാർക്ക് കാണാനില്ല. സോ എൻ്റെ ഡാർക്ക് സ്പോട്ട് എവിടേക്കാണുള്ളത് അതൊക്കെ ഞാൻ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാക്കിൻ്റെ മിനി സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നത് ലാക്മി ആബ്സല്യൂട്ടിൻ്റെ 04 ഷെൽ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ സ്പഞ്ചിൽ തന്നെ ഫൗണ്ടേഷൻ എടുത്ത് ഞാൻ ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ കോമ്പാക്ട് പൗഡറാണ്. അത് വെച്ചിട്ട് ഞാൻ ഫുൾ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ മൊത്തം സെറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ലതല്ല. എന്നാൽ കൂടിയിട്ട് ഞാൻ നല്ല കളർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ഫുള്ളായി സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ തൃശ്ശയുടെ ഐബ്രോ വന്ന് നല്ല ഡിഫൈൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത്യാവശ്യം നല്ല ഡിഫൈൻഡ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ലോറിയൽ പാരീസിൻ്റെ ബ്രോ ജീനിയസ് കിറ്റാണ് യൂസ് ചെയ്തത്. അതിൽ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഐബ്രോ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ഞാൻ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് റവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റിൻ്റെ അടുത്ത് അതിൻ്റെ അകത്ത് നല്ല നൂഡ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാനും ഒരു നൂഡ് ഷെയ്ഡ് ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ബ്രഷ് അത് സൂപ്പർ ബ്രഷാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു മേക്കപ്പ് ബ്രഷിൻ്റെ കിറ്റാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്റ്റാർ മേക്കേഴ്സിൻ്റെ സൂപ്പർ ആയിട്ടുള്ള കിറ്റാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത ഞാൻ ലൈനർ വരയ്ക്കുകയാണ്. ഐലൈനർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മെബിലൈൻ കൊളോസൽ ബോൾഡ് ലൈനറാണ്. സിമ്പിളായിട്ടുള്ള വിങ്ങൊന്നുമില്ലാത്ത ജസ്റ്റ് ഒരു ഐലൈനർ ലുക്കാണ്. സോ ഞാൻ അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ സ്മോക്കി കാജൽ വെച്ചിട്ട് ഞാൻ വാട്ടർ ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ളായി ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ലൈനറിൻ്റെ എഡ്ജ് വരുന്ന ആ ഭാഗത്ത് മാത്രം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ഉള്ളിലോട്ട് അധികം ഡാർക്ക് ആക്കുന്നില്ല, വെളിയിൽ നല്ല ഡാർക്ക് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് മസ്കാര ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ കൊളോസൽ മസ്കാരയാണ്. അതിനകത്ത് ഐലാഷസ് കുറച്ച് നീളത്തിൽ നല്ല ലോങ്ങായി തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസ്കാര യൂസ് ചെയ്യുന്നത്. അടുത്ത ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ ബി ഫേസ് ഡുവോ സ്റ്റിക്കാണ്. അതിൽ ഹൈലൈറ്റിംഗ് പാർട്ട് വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല ഗ്ലോ ഉണ്ട് തൃശ്ശയുടെ ഫോട്ടോയിൽ. സോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
ഐബ്രോസിൻ്റെ മേലെയും ചിയേക്സിൻ്റെ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലഷാണ്. ഞാൻ അതിനകത്ത് ലൈറ്റർ ഷെയ്ഡ് വെച്ചാൽ, കാരണം ആ ഫോട്ടോയിൽ എനിക്ക് ബ്ലഷ് ഇട്ട പോലെ തോന്നുന്നില്ല. സോ ഞാൻ അതിനകത്ത് ഏറ്റവും ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തിരിക്കും. ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞു പൊട്ട് വെച്ചിട്ട് അതിൽ ഒരു കുഞ്ഞു പൊട്ട് താഴെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. സോ ഞാൻ അതിൻ്റെ സിന്ദൂരം വെച്ച് വരച്ചു. ആൻഡ് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കന്നഡയുടെ പീച്ച് ക്യാൻഡി ഷെയ്ഡ് നമ്പർ 14 പീച്ച് ക്യാൻഡി വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ അത് ഇതുപോലെ ഏകദേശം ലൈറ്റായിട്ടൊരു ഷെയ്ഡാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തത്. ഇനി അടുത്ത ഹെയർ അതിൻ്റെ അകത്ത് നേര് പകരം എടുത്തിട്ട് ബാക്കിലേക്ക് കെട്ടാണ്. സോ ഞാൻ അതുപോലെ തന്നെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുടിക്ക് അത് അത്രയ്ക്ക് ചേരില്ല, കാരണം നേര് പകര് എൻ്റെ മുഖത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് ചേരില്ല. എന്നാൽ കൂടിയിട്ടും ഞാൻ ആ ഒരു ലുക്കിന് ഫുള്ളായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ആയി. നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് നേര് പകര് ചേരേയില്ല. ഇങ്ങനെ ഞാൻ എടുക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ചേരാത്തത് കൊണ്ട് കാണാനേ കോമഡി ആയിട്ടുണ്ടാവും. ഓക്കെ, ആ മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സെയിം മേക്കപ്പ് ലുക്ക് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.